ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കേരഫെഡ് അക്കൗണ്ടന്റ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ കേരഫെഡിൻ്റെ സിലബസ് നോക്കിയിട്ടുണ്ടായിരിക്കും. നമ്മളുടെ JCIയുടെയും കേരള ബാങ്കിൻ്റെയും സെയിം സിലബസ് തന്നെയാണ്. IT ആണ് കുറച്ച് അധികം അഡീഷണൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഉദ്യോഗാർത്ഥികൾ JCIയും അതുപോലെ കേരള ബാങ്കിൻ്റെ ക്ലർക്ക് ക്യാഷ്യർ എക്സാമും എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും എളുപ്പമുള്ള ഒരു സിലബസ് ആണ് ഈ കേരഫെഡിൻ്റെ അക്കൗണ്ടന്റ് സിലബസ്. അപ്പോൾ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി? To promote the economic interest of members, to act as an agent of the government for procurement and price support policy, to stabilize credit supply to agriculture price, to eliminate any and all agriculture. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സൊസൈറ്റീസ് നമുക്ക് പഠിക്കാനുണ്ട്. കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് എന്താണെന്നും അതുമായിട്ടുള്ള ഒരു തറോ നോളേജ് ഉണ്ടെങ്കിലേ നമുക്ക് എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ആണ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് എന്താണ്? ടു പ്രൊമോട്ട് ദ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സിനും ടു ആക്ട് ആസ് എൻ ഏജന്റ് ഓഫ് ദ ഗവൺമെന്റ് ഫോർ പ്രൊക്യൂർമെന്റ് ആൻഡ് പ്രൈസ് സപ്പോർട്ട് പോളിസി ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. നെക്സ്റ്റ് വൺ: അണ്ടർ വിച്ച് ആക്ട് വർ ടക്കാവി ലോൺസ് ഇഷ്യൂഡ് ബിഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സെപ്പറേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഫോർ ലോങ് ടേം ലോൺസ്? ടക്കാവി ലോസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് അണ്ടർ വിച്ച് ആക്ട് വർ ടക്കാവി ലോസ് ഇഷ്യൂഡ് ബിഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സെപ്പറേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഫോർ ലോങ് ടേം ലോൺസ്? ഓപ്ഷൻ വരുന്നത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1913, ലാൻഡ് ഇംപ്രൂവ്മെന്റ് ആക്ട് 1883, ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912. ഏതാണ്? ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ട് ആണ്. ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ട് 1883 ആണ്. തക്കാവി ലോസുമായിട്ട് റിലേറ്റ് ചെയ്ത് ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ട് 1883 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹൗ ആർ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദെയർ ടോട്ടൽ മാർക്സ് ഇൻ ദ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം? ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതാണ്. ഓഡിറ്റ് ക്ലാസിഫിക്കേഷനിൽ അവരുടെ ടോട്ടൽ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യാന്നാണ്. A, B and C, A, B and D, 1, 2 and 3, ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? A, B and C ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഫണ്ട് ഫോർ PCRDB? PCRDBയുടെ സോഴ്സ് ഓഫ് ഫണ്ട് ഏതാണെന്നാണ്. ഷെയർ ക്യാപിറ്റൽ, എൻട്രൻസ് ഫീ ആൻഡ് അതർ ഫീ, ലോൺസ് ആൻഡ് അഡ്വാൻസ് ഫ്രം സ്റ്റേറ്റ് കാർഡ് ബാങ്ക്, അതുപോലെ തന്നെ റിസർവ് ഫണ്ട് ആൻഡ് അതർ ഫണ്ട്സ്. ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ എബോവ് ആണ്. നമ്മുടെ അക്കൗണ്ടന്റ് എക്സാമിന്, കേരഫെഡ് അക്കൗണ്ടന്റ് എക്സാമിന് സിലബസിൽ നിങ്ങൾ നമ്മുടെ കോർപ്പറേഷൻ പാർട്ടും ബാങ്കിങ് പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. കോർപ്പറേഷനിൽ തന്നെ എന്താണ്, ഓപ്പറേഷനിൽ അതർ എക്കണോമിക്സിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ചില ഏരിയാസ് ഉണ്ട്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയിട്ട് വേണം നമ്മൾ എന്താണ് ആ ഒരു രീതിക്ക് വേണം കൂടുതൽ ചാപ്റ്റേഴ്സിന് ഏതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കിൽ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 75 days ക്രാഷ് ബാച്ച് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ഏരിയാസ് ആണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ ഫെബ്രുവരി 22-ാം തീയതിയാണ് നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഫെബ്രുവരി 22 ആകുമ്പോഴത്തേനും ഈ ഒരു സിലബസ് കവർ ചെയ്യാം, സിലബസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കാം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ലൈവ് ക്ലാസ്സും റെക്കോർഡഡ് ക്ലാസ്സും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ ബോത്ത് ക്യാപിറ്റലിസം ആൻഡ് കോർപ്പറേഷൻ? നമ്മൾ JCIക്കും കേരള ബാങ്കിനൊക്കെ 4-5 ചോദ്യങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. കോർപ്പറേഷൻ എന്താണെന്നും സോഷ്യലിസം എന്താണെന്നും ക്യാപിറ്റലിസം എന്താണെന്നും ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പും സിമിലാരിറ്റീസും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ ബോത്ത് ക്യാപിറ്റലിസം ആൻഡ് കോർപ്പറേഷൻ? ബോത്ത് ആർ ഇൻട്രസ്റ്റഡ് ഇൻ സിഗ്നിഫിക്കൻറ്റ് ഗവൺമെന്റ് ഇന്റർഫെൻസ്, both utilize labor and other factors at higher rate, both employ well-paid executive, both eliminate the need for business efficiency. എന്താണ് both employ well-paid executive? ഇത് പ്രീവിയസ് ഇയറിൽ നമ്മുടെ പ്രീവിയസ് എക്സാമിന് JCIക്ക് ചോദിച്ച ചോദ്യമാണ്. ബോത്ത് എംപ്ലോയ് വെൽ പെയ്ഡ് എക്സിക്യൂട്ടീവ്സ് ആണ്. നെക്സ്റ്റ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ NCDC's പവർ റിഗാർഡിംഗ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ്? അഗ്രികൾച്ചർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് NCDCന്റെ പവർ എന്താണെന്നാണ്. Plan and promote programs through cooperative societies for supply of seeds, promote the supply of
manures and fertilizers, provide agriculture implements, provide outright grant to cooperative credit institution toward their special bad debt reserve. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 1, 2, 3 and 4. അതായത് NCDCന്റെ പവർ എന്ന് പറയുന്നത് പ്ലാൻ ആൻഡ് പ്രൊമോട്ട് പ്രോഗ്രാംസ്, പ്രൊമോട്ട് ആൻഡ് സപ്ലൈ manures and fertilizers, provide outright grant to cooperative credit institutions. അപ്പോൾ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് BR Act? BR Actന്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏതാണെന്നാണ്. ഫസ്റ്റ് വൺ, ടു സേഫ് ഗാർഡ് ദി ഇൻട്രസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റർ, ടു ഡെവലപ്പ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺ സൗണ്ട് ലൈൻസ്, to attune the monetary and credit system to the larger interest and priorities of the nation, to safeguard the interest of borrowers. ഇതിൽ BR Actന്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ്, ഡി ഓൺലി, അതായത് ടു സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ബോറോവേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് കൺസിഡേർഡ് ആസ് എ ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ്? ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ് താഴെ പറയുന്നതിൽ ഏതാണെന്നാണ്. ഫ്ലെക്സി, RD, ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ്, കാസ ഡെപ്പോസിറ്റ്. കറണ്ട് അക്കൗണ്ട് ആൻഡ് സേവിങ്സ് അക്കൗണ്ട് ഡെപ്പോസിറ്റ്, അതായത് കാസ ഡെപ്പോസിറ്റ് ആണ് ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ബ്രിഡ്ജ് ലോൺ ഈസ്. ബ്രിഡ്ജ് ലോണിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്? നോർമലി ഹൈ ആണ്. ബ്രിഡ്ജ് ലോൺ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചതാണ്. നോർമലി ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ബ്രിഡ്ജ് ലോണിന് ഉള്ളത്. നെക്സ്റ്റ് വൺ, ദ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് ഓഫ് BR Act were made applicable to cooperative banks in. അതായത് ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് ഓഫ് BR Act കോപ്പറേറ്റീവ് ബാങ്ക്സിന് അപ്ലിക്കബിൾ ആയത് ഏത് ഇയർ മുതലാണെന്നാണ്? 1966 മുതലാണ്. BR Actന് BR Act കോപ്പറേറ്റീവ് മേഖലയിലേക്ക് അപ്ലിക്കബിൾ ആയത് 1966 മുതലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് എ റോങ് വൺ ഇൻ കണക്ഷൻ വിത്ത് BSBDA അക്കൗണ്ട്. BSBDAയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. നോ റിക്വയർമെന്റ് ഓഫ് മിനിമം ബാലൻസ്, കറക്റ്റ് ആണ്. No ATM facility. Holders of BSBD are not eligible for opening any other savings bank account. Account holders are permitted a maximum of 4 withdrawals. അതൊക്കെ എന്താണ്? കറക്റ്റ് ആണ്. ഇതിൽ കറക്റ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. നോ ATM കാർഡ് ഫെസിലിറ്റി. അവർക്ക് ATM കാർഡ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ മിനിമം ബാലൻസ് ആവശ്യമില്ല. ATM ഫെസിലിറ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അവർക്ക് എന്താണ്? വേറെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഈ ടൈമിൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ അവർക്ക് മാക്സിമം 4 വിഡ്രോവൽസേ പറ്റുള്ളൂ. അപ്പോൾ റോങ് ആയിട്ടുള്ളത് നോ ATM കാർഡ് ഫെസിലിറ്റി ആണ്. നെക്സ്റ്റ് വൺ, മാക്സിമം എമൗണ്ട് ഓഫ് ടൈം ഡെപ്പോസിറ്റ് ദാറ്റ് ക്യാൻ ബി കെപ്റ്റ് ഇൻ ദ നെയിം ഓഫ് മൈനർ. മൈനറുടെ ബേസിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ടൈം ഡെപ്പോസിറ്റ് എത്രയാണെന്നാണ്. അൺലിമിറ്റഡ് ആണ്. നെക്സ്റ്റ് വൺ, വിച്ച് കമ്മിറ്റി ഫസ്റ്റ് റെക്കമെൻഡഡ് ദ നീഡ് ഫോർ എ സെപ്പറേറ്റ് ഏജൻസി ഫോർ പ്രൊവൈഡിങ് ലോങ് ടേം ലോൺസ് ഇൻ ഇന്ത്യ? ഫസ്റ്റ് ഏത് കമ്മിറ്റിന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ ഒരു സെപ്പറേറ്റ് ഏജൻസി വേണമെന്ന് റെക്കമെൻഡ് ചെയ്തതെന്നാണ്. സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി, റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ, മെഗ്ലഗൻ കമ്മിറ്റി, ബാങ്കിങ് റെഗുലേഷൻ കമ്മിറ്റി. ഏതാണ്? റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. നെക്സ്റ്റ് വൺ, വാട്ട് റോൾ ഡസ് ദ ജനറൽ ബോഡി പ്ലേ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഫസ്റ്റ് വൺ, ദ ജനറൽ ബോഡി ഹോൾഡ് full sovereignty over the cooperative society. The general body act as a governing authority of cooperative society. The general body's power is extended to internal and external affairs of the society. The general body is final authority of cooperative society. ഏതാണ്? all of the above ആണ്. ഇത് പറഞ്ഞ എല്ലാതും ജനറൽ ബോഡിയുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ഒരു ജനറൽ ബോഡി എന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫൈനൽ അതോറിറ്റിയാണ്. ഫുൾ സോവർജിനിറ്റി ഉണ്ട്. ഗവേണിംഗ് അതോറിറ്റി ആണ്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ ഇടപെടാനുള്ള എല്ലാ പവേഴ്സും ജനറൽ ബോഡിക്ക് ഉണ്ട്. അപ്പോൾ ഓൾ ഓഫ് ദ അബവ് ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് ക്രോപ്പ് ലോൺ? ക്രോപ്പ് ലോണുമായിട്ട് ബന്ധപ്പെട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ്. ടു പ്രൊവൈഡ് പ്രൊഡക്ഷൻ ഓറിയന്റഡ് ക്രെഡിറ്റ് ടു അഗ്രികൾച്ചർ, ടു കാറ്റർ ടു സീസണൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ നീഡ്സ്. The loan is provided based on crop as security. It is given to meet seasonal working capital needs. ഏതാണ്? ഇതിൻ്റെ ആൻസർ വരുന്നത് നൺ ഓഫ് ദ എബോവ് ആണ്. ഇതിലെല്ലാം എന്താണ്? ക്രോപ്പ് ലോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇൻകറക്റ്റ് ആയതോ ഒന്നും ഇതിൽ പറയുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 ഇമ്പാക്ട് PACS? ഹൗ ഡസ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 ഇമ്പാക്ട് PACS? It allow
PSES to expand into other activities beyond credit. It introduced the concept of multi-purpose cooperatives. It restricted PSES to rural area. It eliminated the need for small credit societies. ഏതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് 1 and 2 ആണ്. അതായത് ഓപ്ഷൻ ഡി ആണ്. ഇറ്റ് അലൗ PSES to expand into other activities beyond the credit. അതുപോലെ തന്നെ ഇറ്റ് ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് മൾട്ടി-പർപ്പസ് കോപ്പറേറ്റീവ്സ്. നെക്സ്റ്റ് വൺ ആണ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മൾട്ടി-പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി? പ്ലാനിംഗ് കമ്മിറ്റിൻ്റെതനുസരിച്ചിട്ട് മൾട്ടി-പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നാണ്? ടു ഫൈനാൻസ് അഗ്രികൾച്ചർ, ടു ആക്ട് ആസ് എൻ ഏജന്റ് ഫോർ സെയിൽ ഓഫ് പ്രൊഡ്യൂസ് ടു ദ മാർക്കറ്റിംഗ് സൊസൈറ്റി, to supply agriculture, implement and maintain agriculture machinery for cultivation, to encourage subsidiary occupation and serve as an agent for milk collection. എല്ലാതും മൾട്ടി-പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചുള്ള മൾട്ടി-പർപ്പസ് സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവാണ്. ഇപ്പോൾ നമ്മൾ CSEBയുടെ എക്സാം ഏകദേശം അടുത്ത് വരാറായി. നോട്ടിഫിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. എക്സാം നമുക്ക് എന്താണ് അധികം വൈകാതെ തന്നെ എക്സാമും ഉണ്ടായിരിക്കും. അപ്പോൾ ചിട്ടയായിട്ടുള്ള ഒരു പഠനം ആവശ്യമാണ്. നിങ്ങളുടെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കാൻ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കിൽ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്യൂർലി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസും വീക്ക്ലി മിനിമം 3 hours എങ്കിലും ലൈവ് ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചിട്ടയായിട്ടുള്ള രീതിയിൽ ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെക്രട്ടറി ഈസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ദ പ്രസിഡന്റ് ആക്ട് ആസ് എ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. both statement 1 and 2 are correct. Both statement 1 and 2 are incorrect. Statement 1 is correct but statement 2 is incorrect. Statement 1 is incorrect and statement 2 is കറക്റ്റ്. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ നമ്മുടെ കേരള ബാങ്കിനും JCIക്കും വന്ന പോലെ തന്നെ കേരഫെഡിനും വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് അറിയപ്പെടുന്നത് ആരാ? സെക്രട്ടറി ആണ്. പ്രസിഡന്റ് എന്താണ്? ഒരു ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് അറിയപ്പെടില്ല. നമ്മളെന്താണ് ഫാമേഴ്സ് സർവീസ് സൊസൈറ്റീനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് MD ആണ്. ബാക്കി എല്ലാത്തിലും എന്താണ് ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് സെക്രട്ടറി ആണ്. പ്രസിഡന്റിനെ നമ്മൾ ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ട് കണക്കാക്കില്ല. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ കേരഫെഡിനും അതുപോലെ തന്നെ CSEB എക്സാമിനും നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ റെഡിയാണ്. നമ്മളുടെ ടീം തന്നെ നിങ്ങൾ അസിസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത്തവണത്തെ കേരഫെഡ് എക്സാമും CSEB എക്സാമും നമുക്ക് CCയോടൊപ്പം ക്രാക്ക് ചെയ്യാം. താങ്ക്